ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയുടെ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീനേജ് അല്ലെങ്കിൽ പ്രീ ടീനേജ് ആയിട്ടുള്ള കുട്ടികളുടെ വെക്കേഷൻസൊക്കെ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കി എടുക്കുക എന്നുള്ളൊരു ടിപ്പും കൂടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ രാവിലത്തേക്കുള്ള ഷുഗർ കാര്യങ്ങളൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിറ്റേസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിറ്റേസ് നമ്മൾ ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്, പുട്ടിനൊപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപയർ നനക്കാനുള്ളതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നനച്ചും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ചെറുപയർ കറിയൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ മോളൊന്നും ചെറുപയർ കറിയൊക്കെ കഴിക്കാത്ത ആളാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലത്തെ 6:50 ആണ് ടൈം. അപ്പോൾ നമ്മൾ രാത്രി നനച്ച് വെച്ചിട്ടുള്ള ചെറുപയറൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെറുപയർ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ പയറൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് ഈ വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി നമ്മളെടുത്തതിൻ്റെ പകുതി ഭാഗമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ആയതുകൊണ്ട് തന്നെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പയറിലേക്ക് ബാക്കി വെജീസും കൂടെ ഇട്ട് 2 വിസിൽ വരുന്നവരെ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ പയർ വേവിക്കാനെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ വെജീസും കൂടെ അതിലേക്കിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ച് പയറൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ജീരകം, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി കുക്ക് ചെയ്തെടുത്തിട്ടുള്ള പയറിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള താളിപ്പും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി താളിപ്പൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമുക്ക് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ടാണ് താളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പയറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുട്ടിൻ്റെ ഒപ്പവും ചപ്പാത്തിൻ്റെ ഒപ്പമൊക്കെയാണ് ഇത് നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറുപയർ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞ് പുട്ടും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും ചെറുപയർ കറിയും കൂടിയിട്ടാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈം ഇപ്പോൾ 7:30 ആണ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ വെക്കേഷൻ ഡേയ്സ് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൾക്ക് പരീക്ഷിച്ചിട്ട് നല്ല രീതിയിൽ പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കേക്കുകളൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്, നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഇത്രയും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കേക്ക് മാത്രം വെച്ചിട്ട് ബാക്കി ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, നമ്മുടെ ടീനേജ് അല്ലെങ്കിൽ പ്രീ ടീനേജ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ഡയറക്റ്റ് പറഞ്ഞാലും ആ ഒരു സെൻസിൽ എടുക്കാറില്ല. കുറച്ചൊരു ഹോർമോൺ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് അവർ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്നത്. അതിപ്പോൾ നമ്മുടെ മതപരമായിട്ടാണെങ്കിലും ശാസ്ത്രീയപരമായിട്ടാണെങ്കിലും അവരോടുള്ള ബിഹേവിയർ ഈ ഒരു ടൈമിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ പൊതുവേ കുട്ടികൾക്ക് വെക്കേഷനിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നേരത്തെ എണീറ്റ് എവിടെയും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ രാത്രി ലേറ്റായിട്ട് കിടക്കലും അതുപോലെ തന്നെ രാവിലെ ലേറ്റായിട്ട് എണീക്കലുമാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ അതുപോലെ കുറേ നേരം ഇരുന്ന് ടി വി കാണുക, അങ്ങനെയുള്ള ഒരു ലേസി ഷെഡ്യൂളാണ് കുട്ടികൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം അത് നോട്ട് ചെയ്തപ്പോൾ അവൾ 12 o'clock ആകുമ്പോഴാണ് എണീക്കൽ. അപ്പോൾ അത്രയും ലേറ്റായിട്ട് എണീറ്റിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല, ഉച്ചയ്ക്കുള്ള ആ ഒരു ചോറ്, പിന്നെ അതുപോലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു ഉച്ചനേരം കഴിഞ്ഞിട്ടുള്ള കുളിയൊക്കെയാണ് കണ്ടുവന്നത്. അപ്പോൾ 2 days അങ്ങനെ പോയപ്പോൾ അതൊന്ന് റൂട്ടീനൊന്ന് മാറ്റിക്കൊടുക്കണം തോന്നി. പക്ഷേ അത് ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളേത് സെൻസിലെടുക്കുമെന്ന് അറിയില്ല. വെക്കേഷനല്ലേ ഉമ്മ ഇപ്പോഴും ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ട്യൂണിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പാറ്റേൺ ഒഴിവാക്കിയിട്ട് ഞാൻ അവളുടെ അടുത്ത് ഒരു ഡയറി കൊടുത്തിട്ട് പറഞ്ഞു, മോള് എന്ന് ചെയ്തത് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടൈം വെച്ചിട്ട് എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ അവൾ ഒരു ഡയറിയൊക്കെ എടുത്ത് എഴുതി. അപ്പോൾ എഴുത്ത് തുടങ്ങിയപ്പോൾ തന്നെ അവൾ മൂഡ് ഓഫായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 മണിക്കാണ് എണീറ്റിട്ടുള്ളത്. അതുപോലെ കുളിയും കാര്യങ്ങളൊക്കെ വൈകുന്നേരമായിട്ടാണ് കുളിച്ചിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറേ നേരം ഇരുന്ന് ടി വി കണ്ടു. അപ്പോൾ ഒന്നും ഗുഡ് തിങ്സ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിലേക്ക് ഒന്നും അവൾക്ക് എഴുതാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിസ്കാരമാണെങ്കിലും ഒന്നും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഡേയ്സിൽ. അപ്പോൾ ഇത് എഴുതിയിട്ട് ഇശാ നിസ്കാരത്തിൻ്റെ ആ ഒരു ടൈം മാത്രം അവൾ ബാക്കി വെച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് ഇശാ നിസ്കരിച്ചു. എന്നിട്ട് അത് മാത്രം ഒന്ന് എഴുതി വെച്ചു. പിന്നെ കിടക്കാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ നാളെ എണീക്കുമ്പോൾ എന്നെയും കൂടെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ രാവിലെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ അവൾ സുബഹി നിസ്കാരത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ പിന്നെയും കിടന്നുറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം അതുപോലെ തന്നെ ഡയറി എഴുതുന്ന സമയത്ത് ആ ഒരു സുബഹി നിസ്കാരം ഉണ്ടായിരുന്നു. പിന്നെയും അവൾ ഉറങ്ങിയിട്ട് സെയിം 12 o'clock തന്നെയാണ് എണീറ്റിട്ടുള്ളത്. അപ്പോഴും കുളിയും കാര്യങ്ങളൊക്കെ ഉച്ച കഴിഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നെഗറ്റീവ്സ് അതിലുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ രാവിലെ പോകുമ്പോൾ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം 3rd day ആണ് കേട്ടോ. 3rd day നമ്മൾ ഡയറി എഴുതാൻ തുടങ്ങിയിട്ട് 3rd day ആണ്. വെക്കേഷൻ്റെ 5th day ആണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സുബഹി നിസ്കാരത്തിന് പിറ്റേ ദിവസം ഒരുമിച്ച് എണീറ്റു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ അവൾ ആദ്യം ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യലാണ്. അതെപ്പോഴും ഞാൻ ബ്രഷ് ചെയ്തിട്ട് കഴിയുമ്പോൾ ചെയ്യാൻ പറയലുണ്ടായിരുന്നു. പക്ഷേ ചെയ്യലൊന്നുമില്ല. അവളെ തിരക്കും കാര്യങ്ങളായിട്ട് അതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ലായിരുന്നു. പിന്നെ അവൾ ഇന്ന് നടന്നു കഴിഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ആ ഒരു വാഷ് ബേസിൻ ക്ലീനിങ് ആയിരുന്നു. ചിലപ്പോൾ അവൾക്കത് ഡയറിയിൽ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാലും അത് ഞാൻ പറയാതെ തന്നെ അവൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ ചേഞ്ചസ്, ഇപ്പോൾ ടി വി കാണുവാണെങ്കിലും ഒരു ടൈം വെച്ചിട്ടാണ് അവൾ കാണൽ. വൈകുന്നേരം കറക്റ്റ് കളിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ടൈമിലുള്ള നിസ്കാരവും ടൈം കഴിയുന്നതിന് മുമ്പ് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡയറി എഴുതാൻ തുടങ്ങിയിട്ടുള്ള 3rd day ആണ്. അപ്പോൾ ഇന്നും അവൾ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. മോർണിംഗ് വാക്കിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കുട്ടികൾക്കും കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും ആ ഒരു ഞാൻ ഇന്ന് എന്ത് ഗുഡ് തിങ്സ് ചെയ്തു എന്നുള്ളത് അവൾ നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ശീലമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതൊരു ശീലമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരുടെ അടുത്ത് പറയേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഡയറി എഴുതാൻ തുടങ്ങിയത് ഒരു ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളുടെ ഡയറി എഴുത്തിൻ്റെ 4th day ആണ് കേട്ടോ. അപ്പോൾ അതാ അവളുടെ സ്റ്റഡി ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യലും ഓർഗനൈസിങ് ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേബിൾ ക്ലോത്ത് ഞാൻ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴുണ്ട് ആ ഒരു ക്ലോത്തൊക്കെ കൊണ്ടുവന്ന് വിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവൾ കാണുന്നില്ല ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതാ ഒറ്റയ്ക്ക് ഞാൻ പറയാണ്ട് തന്നെ അവളുടേതായിട്ടുള്ള ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ അവൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡയറി എഴുതാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ അവളെ ശ്രദ്ധിക്കാനായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു സെൽഫ് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ്.
അപ്പോൾ ഞാൻ എൻ്റെ കസ്കസ് വെള്ളമൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ട് രാവിലെ നമ്മൾ മോർണിംഗ് വാക്കിന് പോവാണ്. അപ്പോൾ ഇന്നും അവൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെക്കേഷനാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ വരാനും അതുപോലെ തന്നെ ഈ ഒരു ഏജിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിന്ന് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഉമ്മമാരും അവരുടേതായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഏജ് ഒന്ന് കൺസിഡർ ചെയ്തിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വെക്കേഷൻ. അതുപോലെ തന്നെ കുട്ടികളും ഹാപ്പി ആയിട്ടിരിക്കാനും അവരോടൊപ്പം നമ്മളും കൂടി ഹാപ്പി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും ടിപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. Thanks for watching.